അതിങ്ങനെ പകർന്ന് പോന്നുകൊണ്ടിരുന്നു. അതാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞത്. എൻ്റെ സമൂഹത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ ബനി ഇസ്രായേലിലെ അമ്പ്യാക്കന്മാരെ പോലെ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അമ്പ്യാക്കന്മാരും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ആൾക്കാരാണ്. അവരുടെ ഉമ്മത്തികളോ, ഇപ്പോൾ മൂസാ നബി ആണെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു മൂസാ കലീമുള്ള, ആദം നബിയാണ് ആദം ലാ ഇലാഹ ഇല്ലല്ലാഹു ആദം ഷബീഉള്ള, ഈസാ നബിയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ഈസാ റൂഹുള്ള, ഇങ്ങനെ അങ്ങോട്ട് പോകും. അവരുടെ ഉമ്മത്തിയുള്ള തൗഹീദ്. പക്ഷേ ആ നബിമാരുടെ തൗഹീദോ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള പണ്ഡിതന്മാർ ബനി ഇസ്രായേലിലെ അമ്പ്യാക്കന്മാരെ പോലെയാണ്. അപ്പോൾ അമ്പ്യാക്കന്മാരുടെ തൗഹീദാണ്, അവർ മൂമിനീങ്ങളാണ്. അപ്പോൾ അവരുടെ താവഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതോടുകൂടി അതോടെ പൂർത്തിയായി. അപ്പോൾ അതിനു മുമ്പ് പല കോലത്തിലുള്ള ഔലിയാക്കന്മാരും ഇവിടെ വന്നു പോയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി തന്നെ പറഞ്ഞില്ലേ, പറക്കും മൊഴിയെ പഠിക്കൽ തളച്ചവർ പറന്നിട്ട് ചെന്നവരെ തുകയും ജയിച്ചവർ. ഉദാഹരണത്തിന് നമുക്കൊക്കെ ചോറിൻ്റെ ബുദ്ധി ഉണ്ടല്ലോ തൽക്കാലം. ഈ ബുദ്ധി കൊണ്ടത് ചെയ്ത് പറഞ്ഞു നോക്ക്. നമ്മൾ പറന്നു പോകണ വലിയാതെ നമ്മൾ വിളിച്ചു കെട്ടേണ്ട ആവശ്യമുണ്ടോ? വേണോ? ഒരു മനുഷ്യന് ചുരുക്കിയത് വലിയ ആവണമെങ്കിൽ ഒരു 18 കൊല്ലം അധ്വാനിക്കണം. അങ്ങനെ അധ്വാനിച്ച് അള്ളാഹുവിനേക്ക് എന്തെങ്കിലും സാധനം കൊടുത്ത് ഒലിപ്പട്ടം കിട്ടി അങ്ങനെ പറഞ്ഞു പറഞ്ഞ വലിയക്കന്മാരെ നമ്മളാരെങ്കിലും പിടിച്ച് കെട്ടുമോ? കെട്ടില്ല. പിന്നെ എന്തുകൊണ്ട് കെട്ടി? ഈ പൂർണ്ണ തൗഹീദ് ഇല്ലാന്ന് കണ്ടപ്പോൾ അവർ പിടിച്ച് കെട്ടി. അതിന് ഉദാഹരണം മമ്പറ തങ്ങൾ വേണമെങ്കിൽ പറയാനുണ്ട്. പറയണോ? മമ്പറ നമ്മൾ പള്ളിയെടുപ്പിച്ച് നോക്കുമ്പോൾ 2 സന്യാസിമാർ പറന്നു പോകും. അപ്പം സന്യാസിമാർ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹു ഏകത്വത്തിൽ ലയിച്ച ആൾക്കാരാണ്. അവർക്ക് ഔലിയാക്കന്മാരെ കാണുമ്പോഴും സാധാരണക്കാരെ കാണുമ്പോഴും കാണാനുള്ളതായ കാഴ്ച അവർക്കുണ്ട്. അതായത് ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ജനിച്ച ഒരാളാണ് ഒരു മുഖർജി, അല്ലേ? അങ്ങനെ ഒരു മുഖർജി, അതായത് അവൻ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്തിന്റെ സമയത്ത് പൂജാതനാവും, ഇന്ന കാരണങ്ങളുണ്ടാവും, സ്വന്തം കുടുംബാദികളാകലും, കാരണം തൗഹീദ് വർദ്ധനേൻ്റെ പേരിൽ സ്വന്തം കുടുംബാദികളാകലും, അങ്ങനെ മക്കം വിട്ട് മദീനത്തേക്ക് പോകും. ഇതൊക്കെ ഈ മനുഷ്യർക്ക് പറയാൻ കഴിയും. ഇങ്ങനെയുണ്ട് അള്ളാഹിൻ്റെ അർശിൽ നോക്കിയവരും പറഞ്ഞത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹും എല്ലാ അമ്പിയാക്കന്മാരുടെ താവീന്ന് വലിയാക്കന്മാരുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ സ്ഥാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതാണ് ഇവിടെ മൽപ്പിടുത്തം. അപ്പോൾ അതില്ലാത്തവരെ നമ്മളെ എതിർക്കുന്നത്. അത് കാര്യം പറയുമ്പോൾ ഇവിടെ പണ്ഡിതന്മാർക്ക് എതിർപ്പാണ്. നമ്മളിവിടെ 24-ൻ്റെ ആളാണ്, അവർ 12-ൻ്റെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ വന്ന് നബിമാരിൽ വന്ന് വിഷയങ്ങൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടി പിന്നെ വിലായത്തും പൂർത്തിയായി, തെരീഖത്തും പൂർത്തിയായി, ദീനും പൂർത്തിയായി, അല്ലേ? പിന്നെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ദീനില്ല. ഇനി നമുക്കുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ വഴിയാണ്. അപ്പോൾ ഇതിൽ ചില ഔലിയാക്കന്മാരും അതിനുമായിട്ട് കാടുകയറിയൊക്കെ പോകുന്നുണ്ട്. കാരണം അവർക്ക് തൗഹീദ് കിട്ടിക്കഴിയുമ്പോൾ അവർ വിചാരിക്കും ഇതിൻ്റെ യഥാർത്ഥം ഒന്ന് കാണണം. ഇപ്പോൾ നമ്മൾ തന്നെ ആരെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടെന്ന് കേട്ടാൽ അവിടെ ഒന്ന് പോയി കണ്ടാലേ നമുക്ക് സിനിമയുള്ളൂ. ഇപ്പോൾ സിനിമ കാണണമെനിക്കാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല സിനിമ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, അവിടെ പോയി കാണണം. എന്നതുപോലെ മുഅ്മിനീങ്ങളിലൊരു വിഭാഗക്കാരുണ്ട്, അള്ളാഹുവിൻ്റെ റസൂലുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥം അറിയണമെന്ന് തന്നെ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവർ കഴിവുകൊണ്ട് കഠിനമായിട്ട് അധ്വാനിച്ച് അതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി സൂതിലും കാടുകയറിയൊക്കെ നടക്കുന്നവരുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഹോസില്ലാളം. ഹോസില്ലാളം 25 കൊല്ലം വരെ കിട്ടാൻ പോയി. ഉമ്മയുടെ വയറ്റിന് കുത്തുവായിട്ട് വന്നാലാണ്. ഹോസില്ലാളത്തിൻ്റെ ഉമ്മ വയറ്റിൽ കിടന്ന ഉമ്മ തള്ളയുടെ വയറ്റിൽ കിടന്ന കാലം മുതലുള്ള കറാമത്ത് എന്ന് പറഞ്ഞാൽ തീരാത്ത കറാമത്തുകളുണ്ട്. അതൊന്നും ഇപ്പോൾ വിവരിക്കണില്ല. അപ്പോൾ ഈ ഹോസില്ലാളം ഉമ്മയുടെ വയറ്റിൽ തന്നെ കുത്തുവ ആലം മറുവായിൽ പറക്കുമ്പോൾ തന്നെ കുത്തുവാണ്. അങ്ങനെ കുത്തുവായിട്ടിലൂടെ വന്നൊരു ഹോസില്ലാളം 25 കൊല്ലം വരെ കിട്ടാൻ പോയി. 25 വയസ്സ് വരെ, അല്ലേ? അവർക്ക് അതുമായിട്ട് നടന്ന പോരാണോ? 25 കൊല്ലം കഴിഞ്ഞപ്പോഴോ പിന്നെ ശേഖന്മാരെ അന്വേഷിച്ചിറങ്ങി. അപ്പോൾ ഉമ്മയുടെ വയറ്റിന് കുത്തുവായ നോക്കൽ ഷെയ്ഖ് വേണം. ഷെയ്ഖ് ഇവിടെ അല്ലെങ്കിൽ ഷെയ്ത്താൻ കൊണ്ടുപോകും. അത് എത്ര വലിയ വിലായത്തായാലും ശരിയാ. ഷെയ്ഖ് പിന്നിൽ താങ്ങാൻ വേണം, അത് ഒറിജിനൽ വേണമെന്നും അമ്പ്യാക്കന്മാരെ വഴിക്കാർ വേണമെന്നും, അല്ലെങ്കിൽ ഷെയ്ത്താൻ കൊണ്ടുപോകും. അതൊക്കെ അവർക്കറിയാവുന്ന. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി 25 കൊല്ലം ചുറ്റി നടന്നത്. 25 കൊല്ലം ചുറ്റി നടന്ന് എല്ലാ കളിയും കളിച്ച് ഹോസില്ലാളും 14 ശേഖന്മാരെ തുറന്നവരാണ്. അപ്പോഴോ അപ്പോൾ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കുത്തുപായ കഴിഞ്ഞപ്പോൾ ദുനിയാവിൽ വന്ന് 14 ശേഖരം തുറന്ന എന്താ തുറക്കാൻ കാരണം? കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഷെയ്ഖാണെന്ന് കേൾക്കും. അപ്പോൾ ഷെയ്ഖന്മാരെ അധികം കഴിഞ്ഞ് പരിശ്രമിക്കാനൊന്നും പറ്റില്ലല്ലോ, പട്ടാള ഭരണമൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ കോട്ടി കിതാബ് വെച്ചിട്ട് നിങ്ങളടുത്ത് വരും. അപ്പോൾ നിങ്ങൾ വലിയ മസാലയൊക്കെ പറഞ്ഞ് ഫാത്തിഹ കൊണ്ട് ഓദിക്കും, ഞാൻ കൂടുതൽ വേണം ആയത്തുൽ കുർസി ഓദിക്കും, എൻ്റെ ശരി ഇള പിടിക്കും, എന്നിട്ട് കൽബിയായിട്ടൊരു വിക്രം തരും, ചൊല്ലിക്കഴിഞ്ഞൊരു മാതിരി ഭാഗമായിരിക്കും.
പിന്നെ എന്തെങ്കിലുമൊക്കെ കറാമത്തായി കാണാൻ തുടങ്ങും. ഖുറാൻ്റെ 313 6666 ആയത്തിനും ഫലമുള്ളതാണ്. ഈ ആയത്തുകളെടുത്ത് പെരുമാറി കഴിഞ്ഞാൽ പലതും ഇവിടെ കാണാം. ഉദാഹരണത്തിന് അസ്മാഉൽ ഹുസ്ന 99 പേര്. ഈ 99 പേരിൽ ഒരു 10-12 പേരുകളുണ്ട്. ഈ പേരെടുത്തിട്ട് 40 ദിവസം റിയാദ് വരി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ നടക്കണ വയ്ക്കാതെ കറാമത്താണ്. പള്ളിക്കാട്ടിലേക്ക് കയറി അവിടെയുള്ള റുഹാനിയൊക്കെ എത്തില്ലാന്നല്ലോ. ഇതിലെ നടന്നു പോയാൽ ഇവിടെയൊക്കെ പഴയ കാലത്ത് ഓരോരുത്തരെ കുഴിച്ചിട്ടതും കത്തിച്ചു വെക്കിട്ടുണ്ടാവും. അവരതേപടി കാണാൻ പറ്റും നമുക്ക്. അതേപടി അവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു പക്ഷേ അവർ നമ്മളോട് നിന്നറിയും, അല്ലെങ്കിൽ നമ്മൾ അവരെ ആട്ടി ഓടിക്കും. പള്ളിക്കാട്ടിലേക്ക് കയറിയുള്ള റുഹാനിയൊക്കെ എത്തില്ലാൻ ചെല്ലും. അപ്പോൾ കാണുന്നവർക്ക് വലിയ ഔലിയ അങ്ങനെ മുണ്ടൊന്നുമില്ല. അപ്പോൾ ഒരു തലാൻ ചെല്ലിട്ട് ആളെ കാണുന്നില്ല. മലക്കുകളുടെ അടുത്താണ് ചില, മറ്റവരുടെ അടുത്താണ് ചില. അതിനിടയ്ക്ക് ആരെങ്കിലും ഒരു സൂക്കിനേരം നാവിന് അസറുണ്ടല്ലോ. ഇത്ര നാളൊക്കെ ഈ ഭാഗത്ത് എടുത്തല്ലേ, അപ്പോൾ നാവിന് എന്തെങ്കിലും അസറുണ്ടാവും. അപ്പോൾ വന്ന് എന്നാ അത് മാറിക്കൂടെ വയ്യ, സൂക്കര് മാറിയോ, പിന്നെ വലിയായി. കാരണം ഇതിൻ്റെ കൂടെ ഇംഗ്ലീഷ് കൂട്ടുണ്ട്. തൗഹീദിൽ ഇംഗ്ലീഷിന് കൂട്ടിവിടാൻ പറ്റില്ല. 24 അറഫാണ്. അത് റൂഹിൽ പതിഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലും ഓരോ ഞരമ്പിലും അത് പതിഞ്ഞു കഴിഞ്ഞ്. അതാണ് അമ്പ്യാക്കന്മാരെ വഴി. അവിടെ പിന്നെ ശൈത്താൻ്റെ പ്രവേശനമില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നബിമാരെ പറ്റി നമ്മൾ അന്ധവിശ്വാസം ആ പെണ്ണിൻ്റെ അടുത്ത് പോകുന്നു, ഈ പെണ്ണിൻ്റെ അടുത്ത് വന്നു, ഒരു അന്ധവിശ്വാസം നമ്മൾ ഹൃദയത്തിൽ തോന്നിയാൽ നമ്മുടെ ഈമാൻ പോയി അല്ലേ? ഈമാൻ ചെയ്യിച്ചില്ലേ? ഏതെങ്കിലും അമ്പ്യാക്കന്മാരെ പറ്റി നമ്മളൊരു പോലെ ഇസ്കാൽ വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ആയല്ലേ? അതുപോലെ തന്നെ തൗഹീദും അതിന് വ്യത്യാസമൊന്നുമില്ല. തൗഹീദിൻ്റെ ഇറച്ചി ആര് കടിച്ചോ അവനെ ആദ്യമുള്ള പെങ്കേസിലേക്കല്ലേ, എന്നിട്ട് പിന്നെ ബാക്കി പരിപാടികളെ നോക്കല്. ഇപ്പോൾ ഏതെങ്കിലും ഔലിയാക്കന്മാരെ മോഹിനിയങ്ങളെ കുതി ചീത്ത ഇറങ്ങി, അവരൊന്നും ചെയ്യില്ല, ചെയ്യണത് അല്ലേന്. കാരണം അവൻ്റെ റൂഹിനുള്ള ലേനത്തിൽ കഴിഞ്ഞ് പിന്നെ അവൻ്റെ റൂഹ് വേണ്ടാത്ത രീതിയിലേക്ക് നീങ്ങുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അതാണ് ബുഹാരി പറഞ്ഞത്, നരകവാസിയിൽ പണിയെടുക്കും, സ്വർഗവാസിയിൽ പണിയെടുക്കും. കാരണം അവിടെ നിന്ന് തന്നെ അള്ളാഹിനോട് വൈരാ ചെയ്ത് വന്നൊരു കൂട്ടുണ്ടല്ലോ. അത് അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവോടുകൂടി നമ്മുടെ ദീൻ ഇവിടെ പൂർത്തിയായി. വിലായത്തും പൂർത്തിയായി, ശരീഅത്തും പൂർത്തിയായി. ഇനി ഒരു പുതിയ മതേബ് വരാനില്ല, പുതിയ ശരീഅത്തും വരാനില്ല, പുതിയ വിലായത്തും വരാനില്ല. ഇനി വരാനുള്ള വിലായത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാണിച്ചു അത് തന്നെ നമ്മൾ നടപ്പാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു തെരീക്കത്തില്ലാതെ ഒരാൾക്കും കൂടെ ഇഷ്ടപ്പെടാൻ സാധിക്കില്ല. കാരണം തെരീക്കത്ത് നിർബന്ധമാണ്. ശരിയില്ലാത്തതുകൊണ്ട് ശൈത്താനാണ് ഞാൻ അടുത്ത് പറഞ്ഞത് ഇല്ല. പിന്നെ പറഞ്ഞ് ഓരോ മുസ്ലിമിനും പറഞ്ഞാണ് ഒരു ശൈഖിനെ കണ്ടുപിടിക്കില്ല, എവിടെയായാലും പോയി കണ്ടുപിടിച്ചു പോകണം. പിന്നെ ചോദിക്കും തെരീക്കത്തില്ലാതെ 5 നേരം നിസ്കരിച്ച് ഖുർആൻ ഓതിയാണ്ട് പോയിക്കൂടെ? പോകാം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മാതിരിയാണ് പോകാം. എങ്ങനെ? 5 നേരം നിസ്കരിക്കും, ഖുർആൻ ഓതും, ഹജ്ജ് ചെയ്യും, നോമ്പ് പിടിക്കും, സക്കാത്ത് കൊടുക്കും, അവസാനം ഈമാനില്ലാതെ മരിക്കുന്നു പറയും. അപ്പോൾ നിങ്ങൾ ചെയ്ത കർമ്മമൊക്കെ പോവും. അത് മറ്റുള്ളവർക്ക് വാട്ടാക്കാനുണ്ടാവും. മാഷാ ചെല്ലുമ്പോൾ ഒന്നത്. രണ്ടാമത് ഇതിന് കാരണം ആലം മറുവായി തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആലം മറുവാവിലേക്ക് റൂഹിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആ റൂഹ് അവിടെ 4 തരമായിട്ട് മാറിയിട്ടുണ്ട്. അതിൽ ഒരു വിഭാഗം റൂഹ് സുജൂദ് ചെയ്തിട്ട് പിന്നെ എണീച്ച് നോക്കി. അത് പെട്ടെന്ന് സുജൂദ് ചെയ്യാൻ പറഞ്ഞല്ലോ. അങ്ങനെ എല്ലാവരും സുജൂദ് ചെയ്തു. സുജൂദ് ചെയ്തിട്ട് ഒരു കൂട്ടം സുജൂദ് ചെയ്യാതെ ഉണ്ടെന്ന്, ഒരു കൂട്ടം സുജൂദ് ചെയ്തിട്ട് പയ്യൊന്ന് പൊങ്ങി നോക്കി. നോക്കിയ ഭൂരിപക്ഷ ആൾക്കാരും സുജൂദ് ചെയ്തിട്ടില്ല. അപ്പോൾ അവനിക്ക് തോന്നി, ഞാൻ സുജൂദ് ചെയ്തത് മണ്ടത്തരായി. അവരോട് മുസ്ലിമായിട്ട് തന്നെ ജീവിക്കുള്ളൂ, വലിയ വലിയ ഭാഗത്തൊക്കെ അവരുടെ അടുത്തുണ്ടാവും, അവസാനം ഈമാനില്ലാതെ തന്നെ മരിക്കണം. ഇങ്ങനെ 3-4 കാരണങ്ങൾ വേറെയുണ്ട്. അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. അത് തെരീക്കത്ത് ഇല്ലാതെ ഒരാൾക്കും ഇവിടെ രക്ഷപ്പെടാനും പറ്റില്ല, ശരീരത്തില്ലാതെ രക്ഷപ്പെടാം. തെരീക്കത്ത് വേണ്ടാന്ന് പറയണം, 100% തെരീക്കത്തും വേണ്ടാതെ തന്നെ പറയണം. പിന്നെ ഒരു വിഭാഗം പറയണ്ടെങ്കിൽ അത് അവരാ സ്വീകരിക്കണം. അറിഞ്ഞു വെച്ചിട്ട് പറയും. ഇനി അറിഞ്ഞു വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞാലോ, നിങ്ങളിപ്പോൾ വിവരം സംഗതി ഹക്കാണെന്ന് എനിക്കറിയാം, ഹക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്നോടുള്ള അസൂയ കൊണ്ട് നിങ്ങളതിനെ എതിർത്ത് മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിച്ച് എന്നാൽ തന്നെ എന്നിട്ട് നിങ്ങൾ ദേഷ്യമായിട്ട് പോയിരുന്ന തോപ ചെയ്യാം. പഠിച്ചോനെ ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് പ്രേമിച്ചത്, അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം. അള്ള പുറക്കില്ല. കാരണം മറ്റുള്ളവരെ വിശ്വാസം പഠിപ്പിച്ചതിന് അമാനം പറയണം. വേണ്ടേ? അപ്പോൾ അവർക്ക് രക്ഷയില്ല. അപ്പോൾ പിന്നെ ഇത് മേടിച്ചിട്ട് ഇതിനെ ഇൻകാർ ചെയ്യുന്ന യഹൂദികൾ എന്ന് പറഞ്ഞാൽ അവർ സാക്ഷാൽ യഹൂദികളാണ്. അവരെ വെട്ടുന്ന ഒരു വിഭാഗം യഹൂദികൾ ഇവിടെ വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹിനെ നമ്മുടെ മുസ്ലിം സംഘടനകൾ പരസ്യമായിട്ട് എതിർക്കുന്ന ഒരു വിഭാഗം വേണം. രണ്ടാമത് അത് വാങ്ങിച്ചിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് കളയേണ്ട ഒരു വിഭാഗം വേണം. എന്നാലും എല്ലാത്തിനും ഓപ്പോസിറ്റ് വരുള്ളൂ. വെറും യഹൂദികൾ എന്ന് പറഞ്ഞാൽ ശരിയാവോ? എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് വേണ്ടേ? അപ്പോൾ യഹൂദി എന്ന് പറഞ്ഞാൽ യഹൂദീനെ വെട്ടുന്ന ഒരു വിഭാഗം വേണം.
തൗഹീദി ജ്ഞാനപ്രപഞ്ചത്തിലൂടെ ഖലീഫത്തുല്ലാഹിയുടെ നിയോഗത്തെക്കുറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന വിശുദ്ധ തൗഹീദിനെ ശരീഅത്ത്, ത്വരീഖത്ത് എന്നിങ്ങനെ വർഗീകരിച്ച് പരമസത്യം വിനഷ്ടമാകുന്നതിനെക്കുറിച്ചെല്ലാം മഹാനുഭാവൻ വിശദീകരിച്ചു.